ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. 1029 ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ, അസാധാരണ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് നോട്ടിഫിക്കേഷൻ 1029. ഇത് പിന്നെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇറക്കിയിട്ടത്. അസാധാരണമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ഇനി ഇത് രണ്ട് കൂട്ടരെയും അവരുടെ പരാതി വന്നിട്ടുണ്ടല്ലോ, അത് വീണ്ടും കേട്ട ശേഷം വീണ്ടും നോട്ടിഫിക്കേഷൻ കൊണ്ട് ഇറക്കണം, ഫൈനലൈസ് ചെയ്യാം. ഇപ്പം ഇത് തന്നെ ഫോളോ ചെയ്യാം. ഇത് തന്നെ ഫോളോ ചെയ്യേണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട്. 2:30 മണിക്കല്ലേ? അതെ. അതായത് നമ്മുടെ അവിശ്വാസ പ്രമേയത്തിന് ഭൂരിപക്ഷം ഇല്ലാതെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ട് കാര്യമില്ല. അതിനൊക്കെ എന്തെല്ലാം മറുപടി പറഞ്ഞു. അത് ഞാൻ PMC ഒക്കെ ഒരുപാട് മറുപടി പറഞ്ഞതാണ്. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഭവന നിർമ്മാണ പദ്ധതിയെ സംബന്ധിച്ച് മന്ത്രിമാരായ ഷാജിയും ഷംസുദ്ദീൻ നടത്തിയ പ്രസ്താവനകൾ അങ്ങേറ്റം ഖേദകരവും അപലനീയവുമാണ്. ആത്മാഭിമാനമുള്ള ഏതൊരു മലയാളിയെയും ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ് ഈ പരാമർശങ്ങൾ. ഇതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് അടച്ചുറപ്പുള്ള വീടുകൾ സമ്മാനിക്കാൻ LDF തയ്യാറായി. അന്ന് ഈ പേരെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ പേരിൽ എഴുതി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ PM ശ്രീയിലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ഈ രണ്ട് നിലപാടുകളെയും പിന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്ത നിലപാടൊന്നാണ്, ഇപ്പോൾ ഭരണപക്ഷത്ത് വന്നപ്പോൾ എടുക്കുന്ന നിലപാടൊന്നാണ്. ഭരണപക്ഷത്ത് ഇത്തരം പ്രോജക്റ്റുകളെ BJP ഗവൺമെൻറ്റിനോട് പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഈ രണ്ടും പിന്നെ UDF ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്താ അറിയില്ല. അവർ പിന്നെ ഭരണപക്ഷത്ത് ഇരുന്നപ്പോൾ ഒരു നിലപാട് എടുക്കുന്നു, പ്രതിപക്ഷത്ത് വന്നപ്പോൾ വേറൊരു നിലപാട്. അപ്പോൾ ഒരു എങ്ങനെയെങ്കിലും ആരെ കാല പിടിച്ചാലും ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലപാടായിരിക്കാം. ഇപ്പോൾ തന്നെ ഒരു ഗീനകുമാരി കോടതിയുടെ ഒഴിവാക്കിയല്ലോ അവർ. അത് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണല്ലോ. വക്കീലന്മാർ കോടതിയിൽ ചെന്ന് പിന്നെ വാദിക്കാറുണ്ട്, വിധി പറയണത് ജഡ്ജിമാരാണല്ലോ. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധി പറയുന്ന ജഡ്ജിമാരെ മാറ്റാൻ വേണ്ടി അവർ തീരുമാനിക്കും. ഇതിൽ ചില കാര്യങ്ങളിൽ പിന്നെ ഗീനകുമാരി കൊള്ളാം, ചില കാര്യങ്ങളിൽ ഗീനകുമാരി മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ വ്യാജരേഖ ചമച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 16 ദിവസം ജാമ്യം ലഭിച്ചല്ലോ. അന്ന് ഇതേ പ്രോസിക്യൂട്ടർ തന്നെയായിരുന്നല്ലോ ഹാജരായിരുന്നു. അതേപോലെ തന്നെ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസിന് സമയത്തും ജാമ്യം ലഭിച്ചപ്പോൾ ജാമ്യം നിരസിച്ചപ്പോഴും ഇതേ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ LDF ഉണ്ടായിരുന്നത്. LDFിൻ്റെ ഒരു മന്ത്രിയുടെ അപ്പീൽ വന്നപ്പോഴും അതിനെതിരായ വാദം പിന്നെ പറഞ്ഞ് വിജയിച്ചത് ഇതേ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഇങ്ങനെ രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ട് മാറ്റുന്നത് ഒട്ടും ശരിയില്ല. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കോടതിയുടെ കാര്യങ്ങളിൽ പോലും ഇടപെടുകയാണ്. ബന്ധുക്കളെ മുഴുവൻ
അധികാര സ്ഥാനങ്ങളുടെ അടുത്തേക്ക് സ്ഥാപിക്കുകയാണ്. ഇവിടെ ജാമ്യം കൊടുത്തത് ജില്ലാ ജഡ്ജിയാണ്, പ്രോസിക്യൂട്ടറല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്താണ് പറയാനുള്ളതെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്.